കാശി പ്രകാശത്തിൻ്റെ നഗരമാണ്. ഋഷിമാരുടെ അഭിപ്രായത്തിൽ കാശി ഒരു അതിശയകരമായ യന്ത്രം പോലെയാണ്. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാൻ ഇടയില്ലാത്തതുമായ രീതിയിൽ ഈ ചെറുതായ മനുഷ്യജീവിയെ വലിയ കോസ്മിക് ജീവിയുമായി ബന്ധിപ്പിക്കാൻ സൃഷ്ടിച്ച ഒരു ദൈവിക യന്ത്രം. ജഡത്വം ചുമക്കുന്ന, ഭൗതികതയില്ലാത്ത, എപ്പോഴും സജീവമായിരിക്കാവുന്ന മുഴുവൻ പ്രക്രിയയും നേരിട്ട് സ്വീകരിക്കാനാകുന്ന ഒരു മഹത്തായ മാനവദേഹം. ഭക്തർ എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നത് പരിശോധിക്കാനാണ് ശിവൻ കാലഭൈരവ രൂപമെടുത്തത്. മരണത്തിൻ്റെ നിമിഷം വരുമ്പോൾ നിങ്ങൾ ഈ ജന്മത്തിനു മുൻപുള്ള പല ജന്മങ്ങളിലും സഞ്ചയിച്ചിരിക്കുന്ന എല്ലാ അനുഭവങ്ങളും, സുഖവും ദുഃഖവും വേദനയും ഒരു നിമിഷത്തിനുള്ളിൽ അത്യന്തം ശക്തിയായി അനുഭവമായി വരും. അനേകം ജന്മങ്ങളിൽ നടക്കേണ്ടിയിരുന്ന അനുഭവങ്ങൾ ഒരു സൂക്ഷ്മ നിമിഷത്തിൽ നിങ്ങൾക്ക് സഹിക്കാനാകാത്ത തീവ്രതയോടെ സംഭവിക്കും. ഇതിനെയാണ് ഭൈരവയാതന എന്ന് പറയുന്നത്. യാതന എന്നത് പരമമായ വേദനയാണ്. സാധാരണയായി നരകത്തിൽ അനുഭവിക്കേണ്ട ആ വേദന അവൻ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ശിവൻ കാലഭൈരവനായി മാറിയത്. ഒരു നിമിഷം മാത്രം അസഹ്യമായ വേദന ഉണ്ടാക്കി അതിനുശേഷം ഭൂതകാലത്തിൻ്റെ ഒന്നും നിങ്ങളിൽ ശേഷിക്കാതിരിക്കാൻ. കാശി നഗരത്തിൽ ആരെങ്കിലും പാപം ചെയ്താൽ അവൻ കാലഭൈരവൻ്റെ ശിക്ഷയായി പിശാചയായി അലഞ്ഞു തിരിയാൻ വിധിക്കപ്പെടും എന്ന് പറയപ്പെടുന്നു. അത് ശരീരമില്ലാത്ത വേദന നിറഞ്ഞ അവസ്ഥയാണ്. എന്നാൽ അത്തരം പീഡിതമായ ജീവികൾക്ക് പോലും കാശി മോചനം നൽകുന്ന സ്ഥലമാണ്. പിശാചമോചന ക്ഷേത്രത്തിൽ അവർക്ക് മുക്തി ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ ദുരിതാവസ്ഥ ഭൈരവയാതനയേക്കാൾ പോലും കൂടുതൽ ഭീകരമാണ്. കാരണം ഒരു പിശാചയുടെ വേദനാഭരിതമായ ആയുസ്സ് 3 ലക്ഷം വർഷങ്ങളാണ്. പിശാചമോചനൻ ഒരിക്കൽ സ്വയം ഒരു പിശാചയായിരുന്നു എന്ന് പറയപ്പെടുന്നു. കാലഭൈരവൻ തന്നെയാണ് അവനെ ഏറ്റവും വലിയ പാപികളെയും പോലും പരമമുക്തിയിലേക്ക് നയിക്കുന്നതിൻ്റെ ദൗത്യം ഏൽപ്പിച്ചത്. കാശി ആചാരങ്ങളുടെ കേന്ദ്രമായിരുന്നു. നിങ്ങൾ ഒരിക്കൽ ഒരു പ്രക്രിയയിൽ ദീക്ഷിതനായാൽ അതിനുശേഷം അതിനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. ഈ എല്ലാം എന്തിനാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ ഇത് പൊതുജനങ്ങൾക്കായാണ്. ഇത്തരത്തിലുള്ള ഒരു ഉപകരണം, അതോടൊപ്പം വന്ന സങ്കീർണമായ ആചാരങ്ങൾ വളരെ പ്രയോജനകരമായത് കാരണം ഇവ ജനക്കൂട്ടങ്ങളെ ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു. ഇവിടെ സപ്തർഷി പൂജ എന്ന് ഒന്നുണ്ടായിരുന്നു. സപ്തർഷികൾ ശിവന്റെ ആദ്യ ശിഷ്യരായ 7 മഹർഷികൾ. ഭഗവാന്റെ സന്ദേശം ലോകത്തിലേക്ക് കൊണ്ടുപോകാനായി അവർ പുറപ്പെടുമ്പോൾ ഭഗവാനെ എങ്ങനെ ആരാധിക്കണം എന്ന് അവർ ശിവനോട് ചോദിച്ചു. അപ്പോൾ ശിവൻ അവർക്കൊരു രീതി പഠിപ്പിച്ചു. അവൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യൂ, ഞാനവിടെ ഉണ്ടാകും. ആ രീതി അവർ പഠിച്ചു. പിന്നീട് അത് ജനങ്ങളിലേക്ക് പകർന്നു. ഇന്നും അതേ പാരമ്പര്യം തുടരുന്നു. അവർ ഇത് ചെയ്ത രീതി ഊർജം പാളിയായി സഞ്ചയിക്കുന്ന തരത്തിലായിരുന്നു. സപ്തർഷികൾ ചെയ്തതുപോലെ 7 പേർ ഒരിടത്തിരുന്നത് ചെയ്തപ്പോൾ അത് ഒരു അത്ഭുതകരമായ അനുഭവമായി മാറി. ഇത്രയും ഊർജം നിറഞ്ഞ അനുഭവം മറ്റൊരു ക്ഷേത്രത്തിലും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവയെല്ലാം വിശ്വാസ സംവിധാനം മാത്രമല്ല, സാങ്കേതിക വിദ്യകളാണ്. കാശിയിലെത്തുമ്പോൾ ഒരു വ്യക്തി ഇത് അനുഭവിച്ചിരിക്കണം. ഗുരുദേവന്റെ വാക്കുകൾ പ്രകാരം നിങ്ങൾ കാശിയിലേക്ക് യാത്ര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറഞ്ഞത് 3 മാസം മുമ്പ് ഒരു ലളിതമായ ധ്യാനം പരിശീലിക്കുക. സ്വയം അല്പം കൂടുതൽ അനുഭൂതിശക്തമായ ഒരാളായി മാറിക്കൊണ്ട് കാശിയിലേക്ക് വരിക. കാശി ഒരു പ്രകാശസ്തംഭമാണ്. നമ്മൾ ഇവിടെ വന്നത് ആ പ്രകാശസ്തംഭത്തെ കാണാനും ആരാധിക്കാനും മാത്രമല്ല, സ്വയം ഒരു പ്രകാശസ്തംഭമാകാൻ. കാശി നമ്മെ ഏവരെയും ക്ഷണിക്കുന്നു സ്വയം പ്രകാശസ്തംഭമാകാൻ. കാശിയിലേക്ക് വരൂ, ഇത് ഉപയോഗപ്പെടുത്താൻ കാശി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു.